5 സെന്റിൽ ബസ് റൂട്ടിന് വളരെ അടുത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ലഭിക്കാവുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഒയാസിസ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ബെല്ലിലേക്കും കൂടി എനേബിൾ ചെയ്ത ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി വീണ്ടും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര പെരിങ്ങാല എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് വരുന്നത്. നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ഈ വീടിന് അവൈലബിൾ ആണ്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീതി കൂടിയ നല്ല ഭംഗിയിൽ നിർമ്മിച്ചൊരു മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഒരേ സമയത്ത് തന്നെ 2 വലിയ കാറോ അല്ലെങ്കിൽ 3 ചെറിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറിച്ചെന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നമ്മുടെ ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് 7 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. കൂടാതെ തൃപ്പൂണിത്തുറയിലേക്കാണെങ്കിൽ ഏതാണ്ട് ഒരു 13ഓളം കിലോമീറ്റർ ദൂരം, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ ദൂരം, പാലാരിവട്ടത്തേക്ക് 13 കിലോമീറ്റർ ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് ഒരു 100 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. ഇവിടുത്തെ ലിവിങ് സ്പേസ് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഡബിൾ ഹൈറ്റിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് എൻട്രി വരുന്നു. നല്ല സ്പേഷ്യസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ, ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. ഒരു ക്ലോസ്ഡ് കിച്ചണാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് കിച്ചൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ദിക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ചെയ്ത് മനോഹരമാക്കിയൊരു ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ സെക്കൻഡ് ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12-13, 12-14 എന്ന അളവിലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലാണ് വാൾ ടൈൽസുകളും ഫ്ലോർ ടൈൽസുകളും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് ഏരിയയിൽ നിന്ന് നൽകിയിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ്രൈലിനായി GS ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. 2 ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ബാൽക്കണിയും യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം വാളുകൾ ടഫൻ ഗ്ലാസ് എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ വലിയൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും ഒരു ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. ഇവിടുത്തെ വാളുകളിൽ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വെന്റിലേഷൻ സൗകര്യങ്ങളും നൽകിയിരിക്കുന്നു.
എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പാലാരിവട്ടത്തേക്കാണെങ്കിലും എടപ്പള്ളി സൈഡിലേക്കായെങ്കിലും കളമശ്ശേരി അതുപോലെ തന്നെ കാക്കനാട് തൃപ്പൂണിത്തുറ സൈഡിലേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. കൂടാതെ ബസ് റൂട്ടാണെങ്കിലും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളാണെങ്കിലും മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബാത്റൂമിൻ്റെയും നിർമ്മാണം. ഇവിടുത്തെ സാൻഡ് ഫിറ്റിങ്സുകൾക്കായി ഉപയോഗിച്ചിരിക്കുന്ന സെറ ബ്രാൻഡാണ്. കൂടാതെ വെന്റിലേഷൻ സൗകര്യങ്ങൾ, ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. ലാസ്റ്റ് ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും 12, 14, 12, 13 അളവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഇതിന് പുറമെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 സെൻറ്റ് 2250 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ലൊക്കേഷൻ നിർമ്മിച്ച ഈ വീട് 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിൽ കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇൻഫോ പാർക്ക് ഏരിയയിലേക്കാണെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ്സ് യാത്ര മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഷീറ്റ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു സ്പേസിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് എല്ലാം നൽകിയിരിക്കുന്നത്. മാത്രമല്ല വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണമെല്ലാം യൂട്ടിലിറ്റി സ്പേസിലാണ് കൊടുത്തിരിക്കുന്നത്. 5 സെൻറ്റ് 2250 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിന് 4 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ വില വരുന്നത് 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. മനോഹരമായ ഈ വീട് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോണും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.